സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്ലോഗിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ടാക്കാം, നമുക്ക് ബ്ലോഗ് ഡയറക്റ്റ് ഡമ്മി ഡാറ്റ ഒന്നും ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യണില്ല. നേരെ നമുക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് പോസ്റ്റ്മാനിൽ ഡാറ്റ ഉണ്ട്, നമുക്ക് നേരെ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഡമ്മി ഡാറ്റ വെച്ച് ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ API. നമുക്ക് നേരെ റിഡക്സ് നേരെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോൾഡർ റിഡക്സ് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ജേസ്, ഇതിൻ്റെ ഉള്ളിൽ സ്ലൈസസ്, നമ്മുടെ സ്ലൈസ് ബ്ലോഗ് സ്ലൈസ് ജേസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം റിഡക്സിൻ്റെ സാധനം. അപ്പോൾ നമുക്ക് ടെർമിനലിൽ റിഡക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ റിഡക്സ് ടൂൾ കിറ്റ് ഇൻസ്റ്റാളേഷൻ ഇതിലുണ്ടാവും. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും. ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഈ റിയാക്ട് റിഡക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോഗ് സ്ലൈസ് റെഡി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇനീഷ്യൽ സ്റ്റേറ്റ് കോൺസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്ലോഗ്സിൻ്റെ ലിസ്റ്റ് ഓക്കെ. പിന്നെ നമുക്ക് ഈസ് ലോഡിങ് കൊടുക്കുക. അതേപോലെ എറർ നമുക്ക് എന്ത് ചെയ്യാം, ഈസ് എറർ കൊടുക്കുക. അതേപോലെ എറർ മെസ്സേജും കൊടുക്കുക, എറർ മെസ്സേജ്. ഓക്കെ, അതൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മാറ്റും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊടുത്തതുള്ളൂ സിമ്പിളായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് ക്രിയേറ്റ് ചെയ്യുക. കോൺസ്റ്റ് ബ്ലോഗ് സ്ലൈസ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് സ്ലൈസ് റിഡക്സ് ടൂൾ കിട്ടുന്നത്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു JSON ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നെയിം ബ്ലോഗ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, റെഡ്യൂസേഴ്സ് ഒന്നും ഇപ്പോൾ ഞാൻ കൊടുക്കണില്ല. ഓക്കെ, അതിന് മുമ്പ് ഞാൻ നമ്മളെ API ഫെച്ച് ചെയ്യാനുള്ള അസിങ്ക് തങ്ക് ക്രിയേറ്റ് ചെയ്യണം. എക്സ്പോർട്ട് കോൺസ്റ്റ് ഗെറ്റ് ബ്ലോഗ്സ് ഓക്കെ ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് അസിങ്ക് തങ്ക്. ഓക്കെ, എന്നിട്ട് ബ്ലോഗ്സ് ഗെറ്റ് ബ്ലോഗ്സ് അസിങ്ക്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ API കൊടുക്കുക. നമ്മൾ API എന്താണ് ലോക്കൽ ഹോസ്റ്റ് /ബ്ലോഗ്സ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം എന്താ ഈ സാധനം. ഓക്കെ, അപ്പോൾ അത് ആക്സിയോസ് വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മൾ ആക്സിയോസ് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. npm ഇൻസ്റ്റാൾ ആക്സിയോസ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആക്സിയോസ് യൂസ് ചെയ്യണം. ആക്സിയോസ് ഇപ്പോൾ വരും, axios.get. ഓക്കെ, ഇതിൽ response.data റിട്ടേൺ ചെയ്യാം. response.data റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം റെഡ്യൂസേഴ്സ് ഒന്നുമില്ല നമുക്ക്, നേരെ എക്സ്ട്രാ റെഡ്യൂസറാണ്. അതായത് ഈ അസിങ്ക് തങ്ക് ക്രിയേറ്റ് ചെയ്തില്ല, അതിൻ്റെ പെൻഡിങ്ങും ഫുൾഫില്ല് റിജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യാണ് എക്സ്ട്രാ റെഡ്യൂസർ. അപ്പോൾ എക്സ്ട്രാ റെഡ്യൂസറിൻ്റെ ഉള്ളിൽ ഒരു ബിൽഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബിൽഡറിൻ്റെ തൊട്ട് ആഡ് കേസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കേസ് ആഡ് ചെയ്യും. പെൻഡിങ് ആകുമ്പോൾ ഈസ് ലോഡിങ് ട്രൂ ആക്കി. അതേപോലെ ഗെറ്റ് ബ്ലോഗ്സ് ഫുൾഫില്ലായ കംപ്ലീറ്റ് ആയ ലോഡിങ് ട്രൂ ആക്കിയിട്ട് ലോഡിങ് ഫാൾസ് ആക്കിയിട്ട് ഡാറ്റ പേലോട്ടുള്ള ഡാറ്റ ബ്ലോഗ് ലിസ്റ്റിലിട്ടു. പിന്നെ എറർ വന്നു കഴിഞ്ഞാൽ ലോഡിങ് ഫാൾസ് ആക്കി എറർ ട്രൂ ആക്കി. പിന്നെ എറർ മെസ്സേജ് പറഞ്ഞ വേരിയബിളിൽ ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോഗിൻ്റെ സ്ലൈസ് ഏകദേശം റെഡി കഴിഞ്ഞ് നമുക്കത് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഇതിൽ റെഡ്യൂസേഴ്സ് ഒന്നും എക്സ്പോർട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് നേരെ ഡിഫോൾട്ട് ബ്ലോഗ് സ്ലൈസ് റെഡ്യൂസർ എന്നുള്ള ഈ സാധനം എക്സ്പോർട്ട് ചെയ്താൽ മതി. കാരണം ഇത് റെഡ്യൂസേഴ്സ് ഇല്ല മറ്റേ എക്സ്പോർട്ട് കോൺസ്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറിനുള്ള സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോൺസ്റ്റ് സ്റ്റോർ ഈക്വൽ ടു കോൺഫിഗർ സ്റ്റോർ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാവും റിഡക്സ് ടൂൾ കിറ്റിൽ. ഓക്കെ, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസേഴ്സ് നമ്മളെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബ്ലോഗ് റെഡ്യൂസർ ഇവിടെ ഇടാം. ബ്ലോഗ് റെഡ്യൂസർ ഇതന്നല്ല നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണത്, അല്ലല്ലേ, ബ്ലോഗ് സ്ലൈസ്. ഓക്കെ, ബ്ലോഗ് സ്ലൈസ് ഓക്കെ, ഇത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ സജഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ബ്ലോഗ് സ്ലൈസ് ഇല്ല, സജഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് ബ്ലോഗ് സ്ലൈസ് ഫ്രം എന്നിട്ടൊരു ./ഇട്ട് ആ സ്ലൈസ് എന്ന ഫോൾഡറിൽ നിന്ന് ബ്ലോഗ് സ്ലൈസ്.
അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഡെവ് ടൂൾസ് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെവ് ടൂൾസ് ട്രൂ കൊടുക്കുക. ഓക്കെ, അത് നിർബന്ധം, നമുക്ക് ഡീബഗ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയി കാര്യം. എന്നിട്ട് ഈ എക്സ്പോർട്ട് ഡിഫോൾട്ട് സ്റ്റോർ എക്സ്പോർട്ട് ചെയ്തു. ഇത് ചെയ്ത ശേഷം നമ്മൾ നേരെ app.jsx അല്ലെങ്കിൽ main.jsx വിട്ട് ആപ്പ് പ്രൊവൈഡർ സ്റ്റോർ ആപ്പ് ചെയ്യണം. പ്രൊവൈഡർ റിയാക്ട് റിഡക്സിലെ ഒരു സ്റ്റോർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോർ ഇമ്പോർട്ട് ചെയ്തു ഇവിടുന്ന് റിഡക്സ് സ്റ്റോർ ജേസ്. അപ്പോൾ നമ്മൾ റിഡക്സിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോയിട്ട് യു ഐയിൽ പോവുക. യു ഐയിൽ പോയിട്ട് നമ്മുടെ app.jsx ഞാൻ ഇതിൽ പേജ് ക്രിയേറ്റ് ചെയ്യാം തൽക്കാലം. പേജസിൻ്റെ ഉള്ളിൽ നമ്മളെ ബ്ലോഗ് പേജ്. ഓക്കെ, ബ്ലോഗ് പേജ് ജേസ്. ഓക്കെ, RFC. എനിക്ക് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നാവ് ബാർ കഴിഞ്ഞിട്ട് നേരെ മിനി സാധനങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്യാം. ബ്ലോഗ് പേജ്. ഓക്കെ, ഇത് ഞാൻ കാര്യം ചെയ്യാം. ഇതിൽ ബ്ലോഗ് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൽ ഈ ബ്ലോഗ് പേജ് ഇടാം. എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് വേറൊരു ഫോൾഡർ ഉണ്ടാവും, കമൻറ്റ് സെൻറ്റർ ഫോൾഡർ. ഓക്കെ, കമൻറ്റ് സെൻറ്റർ ഫോൾഡർ പേരൊന്നുമില്ല തൽക്കാലം. അത് കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഇതിലാകെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കടന്നോട്ടെ. ഈ കമ്പോണൻസ് ഈ പേജസിൻ്റെ ഉള്ളിൽ കിട്ടുക. ഓക്കെ, ബ്ലോഗ് പേജിൻ്റെ ഉള്ളിലോട്ട് ഞാനത് പേസ്റ്റ് ചെയ്യാണ് ആ കോഡ്. ഈ ബ്ലോഗ് കാർഡ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്ത് ഓക്കെ. ഇനി ഈ ബ്ലോഗ് പേജ് ഞാൻ മറ്റേ റിയാക്ടർ ഓട്ടോഡോം ഒന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡയറക്റ്റായിട്ട് ബ്ലോഗ് പേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ആസ് യൂഷ്വൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലോഗ് പേജിൻ്റെ ഉള്ളിൽ യൂസ് എഫക്റ്റ് ആദ്യം നമുക്ക് നമ്മളെ സ്ലൈസിൻ്റെ ഉള്ളിൽ അസിങ്ക് തങ്ക് വിളിക്കണം. അതിന് യൂസ് എഫക്റ്റ് എടുക്കുക. യൂസ് എഫക്റ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഡിസ്പാച്ച് വേണം. ഡിസ്പാച്ച് വേണം. അതിന് ആദ്യം കോൺസ്റ്റ് ഡിസ്പാച്ച് യൂസ് ഡിസ്പാച്ച് കൊടുക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടായി റിയാക്ട് റിഡക്സിൽ നിന്ന്. അതേപോലെ നമുക്ക് ആ ഡാറ്റ ഫെച്ച് ചെയ്യണമല്ലോ, അതിന് നമുക്ക് കോൺസ്റ്റ് ബ്ലോഗ് ഡാറ്റ, ബ്ലോഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ഡാറ്റ. ഓക്കെ, ബ്ലോഗ് സ്റ്റേറ്റ് കൊടുക്കുക. ബ്ലോഗ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു യൂസർ സെലക്ടർ സ്റ്റേറ്റ് ബ്ലോഗ്. ഓക്കെ, അപ്പോൾ ബ്ലോഗ് സ്റ്റേറ്റും ഞാൻ എടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ഗെറ്റ് ബ്ലോഗ്സ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ആ റിഡക്സിൻ്റെ ഉള്ളിലുള്ള ഓക്കെ സ്ലൈസിൻ്റെ ഉള്ളിലുള്ള ഗെറ്റ് ബ്ലോഗ്സ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച്. ഓക്കെ, ഈഫ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈഫ് ബ്ലോഗ് സ്റ്റേറ്റ് ഈസ് ലോഡിങ് ആണെങ്കിൽ ലോഡിങ്, ബ്ലോഗ് സ്റ്റേറ്റ് ഈസ് എറർ ആണെങ്കിൽ എറർ. അതല്ല രണ്ടും അല്ല എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കത് റെൻഡർ ചെയ്യാം. ബ്ലോഗ് സ്റ്റേറ്റ് ബ്ലോഗ് ലിസ്റ്റിലോട്ട് മാപ്പ് ബ്ലോഗ് കാർഡ്. ഓക്കെ, ബ്ലോഗ് കാർഡ് വെച്ചിട്ട് മാപ്പ് ചെയ്ത് ഇനി ഈ ബ്ലോഗ് അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, അതിവിടെ അക്സെപ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ ഒരിട്ടം കഴിഞ്ഞ വീഡിയോ പ്ലേലിസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത്. ബ്ലോഗ് ഡോട്ട് നമുക്ക് ടൈറ്റിലാണ് ഫീൽഡ് ഉണ്ട് ഇല്ല അല്ലാതെ ഉറപ്പ് വരുത്തണം, അല്ലാതെ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ടൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഫീൽഡ് ഇതാ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഓത്തർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഫീൽഡ് ഉണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓത്തറിന് ഇപ്പോൾ തൽക്കാലം കൊടുക്കണില്ല, അവിടെ വെക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ ഓക്കെ, ഈ രണ്ട് ഫീൽഡ് അത് മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ബ്ലോഗ് പേജിനുള്ളിൽ ബാക്കിയൊക്കെ സെറ്റല്ലേ, ഗെറ്റ് ബ്ലോഗ്സ് വിളിച്ച് ഓക്കെ എല്ലാം സെറ്റാണ്. കരുതുന്നു ഇനിയിപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ട് ചെയ്യാത്ത ഇഷ്യൂ ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാം സെറ്റാണ്. ഇപ്പോൾ ഡാറ്റയൊക്കെ വന്നു. ഓക്കെ, നമ്മളെ ഡാറ്റ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് റിഡക്സിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് വർക്ക് ചെയ്തു, എററുകളൊന്നുമില്ല. ഈ ക്രിയേറ്റ് അസിങ്ക് തങ്ക് നമ്മളിത് ഗെറ്റ് ബ്ലോഗ്സ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച് യൂസ് എഫക്റ്റിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇത് വിളിച്ചപ്പോൾ അത് പെൻഡിങ്ങിൻ്റെ സമയത്ത് ലോഡിങ് എന്നുള്ളതായി ഫുൾഫില്ലായപ്പോൾ ഫാൾസായി. ഇനി എറർ ഉണ്ടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് എറർ ഇമിറ്റേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അൺസപ്പോർട്ടഡ് പ്രോട്ടോക്കോൾ ഇതാണ് അടുത്ത എറർ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ സജഷൻ വന്നതായിരിക്കും.
അതായത് ബ്ലോഗ് ഈസ് എറർ ആണെങ്കിൽ ബ്ലോഗ് സ്റ്റേറ്റിനുള്ള എറർ മെസ്സേജാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എറർ മെസ്സേജ്, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അൺസപ്പോർട്ടഡ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞത്, കാരണം HTTPൻ്റെ അവിടെയാണ് എഡിറ്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ എററാക്കി വെക്കാം, അപ്പോൾ എറർ മെസ്സേജ് മാറും. ഓക്കെ, ഞാൻ ലൈക്ക് ആക്സിയോസ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതുക. കമൻറ്റ് ആക്സിയോസ് നോട്ട് ഡിഫൈൻഡ് കണ്ടോ, അത്യാവശ്യം നല്ല ഒരു എററാണ് വന്നത്. പക്ഷേ ഇങ്ങനെ ഇതിലേറെ നന്നായിട്ട് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യണം. തൽക്കാലം ഇപ്പോൾ ഇത് മതി. ഓക്കെ, ആക്സിയോസ് അൺഡിഫൈൻഡ്. ഇനിയിപ്പോൾ ഇത് തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫീൽഡ് സ്റ്റാറ്റസ് കോഡ് 404. ഓക്കെ, അപ്പോൾ എറർ നമ്മൾ ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യുക. ശരിക്കുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ യൂസറിന് ഇങ്ങനത്തെ കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു പാഡിങ് കൊടുക്കണം അറ്റത്ത്. നമുക്ക് ഇവിടെ ഒരു പാഡിങ്, അതായത് മാർജിൻ എക്സിലൊരു 4. ഓക്കെ, അത്യാവശ്യം എക്സിലൊരു 4 മാർജിൻ വന്ന് സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നോക്കാം അടുത്ത വീഡിയോയിൽ.